ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പഴം വെച്ചിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. പഴവും തേങ്ങയും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന സിമ്പിൾ ആൻഡ് ടേസ്റ്റി ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കാഷ്യൂനട്ടും കിസ്മിസൊക്കെ ചേർത്തിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ ഈ ഒരു സ്നാക്കിലേക്ക് കാഷ്യൂനട്ടും കിസ്മിസൊന്നും ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് റോസ്റ്റായിട്ട് വരുമ്പോൾ നമുക്കിതങ്ങ് മാറ്റി വെക്കാം. ഇതേ നെയ്യിലേക്ക് നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കാം. 2 വലിയ നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. നല്ല പഴുത്തിട്ടുള്ള പഴമാണ്. അപ്പോൾ തൊലിയൊക്കെ നല്ല കറുത്തിരിക്കുന്ന പഴമാണെങ്കിൽ കൂടുതൽ നല്ലത്. പിന്നെ ഞാനിവിടെ 2 വലിയ നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. മീഡിയം സൈസിലുള്ളതൊക്കെ ആണെങ്കിൽ 3 പഴം എടുത്തോളൂ. അപ്പോൾ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയത് കൂടെ ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. എടുത്തിരിക്കുന്ന പഴത്തിൻ്റെ മധുരം അനുസരിച്ചിട്ടും പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യാം. പഴത്തിൻ്റെ മധുരം തന്നെ മതിയാവും. പിന്നെ ഇതിലേക്ക് 3 ഏലക്കായ ചതച്ചതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. പഴത്തിൽ തേങ്ങയും പഞ്ചസാരയൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സായി വരട്ടെ. പഞ്ചസാര ഇപ്പോൾ മെൽറ്റായി തുടങ്ങും. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. പിന്നെ ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. നേരത്തെ റോസ്റ്റ് ചെയ്തിട്ട് മാറ്റി വെച്ച കാഷ്യൂനട്ടും കിസ്മിസും കൂടെ ചേർത്തിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ നന്നായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട്, ഉടഞ്ഞു വന്നിട്ടുണ്ട് പഴം. നല്ല പഴുത്തിരിക്കുന്ന പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അധികം പഴുക്കാത്ത പഴമൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ഉടച്ചു കൊടുക്കണം. അപ്പോൾ ഈ ഒരു പാകത്തിൽ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കണം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് മൈദ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ആദ്യം 5 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ബാക്കി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനിയും മൈദ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ കൂടെ മൈദ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഒരു ടേബിൾ സ്പൂൺ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ദേ കാണാലോ, നന്നായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് വേണ്ടുന്നത്. പാനിലൊന്നും ഒട്ടിപ്പിടിക്കാതെ കിട്ടണം. നല്ലൊരു മാവ് പരുവത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 8 ടേബിൾ സ്പൂൺ മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു റെസിപ്പി ഹെൽത്തി റെസിപ്പി ആക്കാൻ വേണ്ടിയിട്ട് മൈദ ഒഴിവാക്കാം. പകരം ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ഗോതമ്പ് പൊടിയാണെങ്കിലും ടേസ്റ്റിനൊന്നും വലിയ വ്യത്യാസമൊന്നും വരില്ല. അപ്പോൾ കുറച്ചുകൂടി ഹെൽത്തി ആക്കണം എന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ചൂടൊന്ന് ആറി വരട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ കൈവച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ചെറിയ ചൂടുണ്ട്. ചെറിയ ചൂടോടെ തന്നെ കുഴച്ചെടുക്കാം. അതിനുശേഷം ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം. അപ്പോൾ കയ്യിൽ 2 കൈയിലും ഓയിലൊക്കെ ഒന്ന് പുരട്ടിയിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. ഞാൻ ബോൾസാണ് ആക്കിയെടുക്കുന്നത്. ചെറിയ ചെറിയ ഉരുളകളാണ് ആക്കിയെടുക്കുന്നത്. അപ്പോൾ ഉന്നക്കായുടെയൊക്കെ ഒരു ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വേഗം തന്നെ തയ്യാറാക്കിയെടുക്കാം. ഓയിൽ ചൂടായിട്ട് വരുമ്പം ഓരോന്നായിട്ട് ഇട്ടുകൊണ്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ആദ്യത്തെ 3 എണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ തയ്യാറാക്കിയെടുക്കാം.
ആദ്യത്തെ ബാച്ച് തയ്യാറാക്കുമ്പോൾ ഓയിൽ നല്ല ചൂടായി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ മീഡിയം ഫ്ലെയിമിലായിരുന്നു വെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് ഡാർക്ക് കളറായി വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും കേട്ടോ. ഈ ഒരു കളറൊക്കെ ആകുമ്പോൾ നമുക്കിതങ്ങ് എടുത്ത് വെക്കാം. ഈ ഒരു കളറിൽ മതിയാവും. ഓവറായിട്ട് ഡാർക്ക് കളറാവാൻ വേണ്ടിയിട്ട് നിൽക്കൊന്നും വേണ്ട. പിന്നെ അതേ ഒരു കിസ്മിസ് ചാടിപ്പോയിട്ടുണ്ട്, അതുകൂടി എടുത്ത് വെക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒക്കെ തയ്യാറാക്കിയെടുക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു ഈവനിങ് സ്നാക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള ഈസി ടേസ്റ്റി റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്